ഗുഡ് മോർണിംഗ്. രാവിലെ 6:30 ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെക്കുകയാണ്. ഇന്ന് കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് മദ്രസ ഉള്ള ദിവസമാണ്. 7:15 മദ്രസ തുടങ്ങുന്നത്. അപ്പോഴേക്കും അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വേണം വിടാൻ. അപ്പോൾ അത് തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. ശേഷം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കലക്കിപ്പാരുന്ന അപ്പമാണ്. അതായത് സീയപ്പം എന്നൊക്കെ ഒന്ന് പറയില്ലേ, അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നീർദോശ എന്നും പറയാറുണ്ട്. ഞങ്ങൾ കലക്കിപ്പാരുന്ന അപ്പം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ തലേ ദിവസം തന്നെ അരി കഴുകിയാണ്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അരച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പെട്ടെന്ന് പണികളൊക്കെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ എന്ത് പ്രിപ്പയർ ചെയ്യണം നാളത്തേക്ക് എന്നുള്ളത് പ്ലാൻ ചെയ്ത് വെക്കണം. എങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ വേഗം ഞാൻ മിക്സിയിൽ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ്. ഇത് അരച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ മോനെ വിളിച്ചിട്ടുണ്ട് മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ റെഡിയായി വരുന്ന സമയത്തേക്ക് നമുക്ക് അപ്പം ചുട്ടെടുക്കാനും പറ്റും. അവന് രണ്ടപ്പൊക്കെ അത് കഴിക്കുള്ളൂ. കറി വേണം നിർബന്ധമില്ല. അപ്പോൾ അവന് ചായൻ്റെ കൂടെയാണ് കഴിക്കാറ്. ചൂടുള്ള അപ്പമല്ലേ, അവന് പൊതുവേ കറി ഇഷ്ടമല്ല. ഇനി ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ മാത്രമേ അവൻ കഴിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ ചായയുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു. പഞ്ചസാര ഇട്ട് വെള്ളം വെച്ചാൽ പെട്ടെന്ന് തണക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ചായ ഒന്നുകൂടെ ടേസ്റ്റ് വിടാൻ വേണ്ടിയിട്ടും നല്ലതാണ്. അതായത് വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര ഇടുകയാണ് നല്ലത്. ഞാൻ മറന്നു പോയതായിരുന്നു. അങ്ങനെ തിളച്ച് വന്നപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് അത് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പം ചൂടാൻ തുടങ്ങാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണെങ്കിൽ നല്ല അരിയാണ്. ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല അപ്പമായിരുന്നു. ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ഉച്ചക്കത്തേക്ക് അടുത്ത വീട്ടിലൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ ഇന്നിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡിയാക്കിയാൽ മതി. എനിക്ക് ഇന്ന് ഒരു 10:30 ആകുമ്പോഴേക്ക് കൊടുക്കാനുള്ളൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു മോൾക്കുള്ള ഷറാറ ഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ പാൻറ്റും കൂടെ തയ്ക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഇത് കഴിഞ്ഞിട്ട് വേണം അത് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഒരുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അതിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പാന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഫ്രൈ പാനിലാണ് അപ്പവും ദോശയൊക്കെ ചുടാറുള്ളത്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട്. അടിയിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ദോശ ചുടുമ്പോൾ നമ്മൾ എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ കലക്കിപ്പാരുന്ന അപ്പം ചുടുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ അത് നന്നായിട്ട് കിട്ടില്ല, പൊട്ടിപ്പോവും. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ പാനൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പാനിൽ എണ്ണ ആക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. മോനപ്പോഴേക്ക് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അവനക്കുള്ളത് കൊടുക്കുകയും വേണം. ഈ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ചെറിയൊരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഔട്ട്ഫിറ്റും കൂടെ കാണിക്കുന്നുണ്ട്. അതായത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ രാത്രിയാണ് ഞാൻ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ്. ഓരോ അപ്പം പാരുമ്പോഴും അതിൻ്റെ ആ ചെറിയ ഗ്യാപ്പിൽ കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങൾ കഴുകുന്നുണ്ട്. അതുപോലെ മിക്സിയുടെ ജാറൊക്കെ കഴുകാനുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു 10:30 ആകുമ്പത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലെ ഷാളും എല്ലാം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മോൻക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അവന് മദ്രസയിൽ പോയിട്ടുണ്ട്. ഇതിലേക്ക് കറിയായിട്ട് വെക്കുന്നത് ചിക്കൻ പാർട്സാണ്. ചിക്കൻ പാർട്സ് കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പാർട്സായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല. ചിക്കൻ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന പാർട്സ് മാറ്റി വെച്ച് ഒരു 3 പ്രാവശ്യം വാങ്ങിയപ്പോൾ ഉള്ള പാർട്സ് ഉണ്ട് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് മുളക് പൊടി ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയും ആണ്. അപ്പോൾ ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് പാർട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയും, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും
കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് കടുകും അതുപോലെ ഉലുവയും കൂടെ പൊടിച്ചിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ തയ്യാറാക്കുന്നുണ്ട്. ഇങ്ങനെ മുളക് പൊടിയൊക്കെ കുറച്ച് അങ്ങനെ വെച്ചാൽ മോനും കഴിക്കും കേട്ടോ. മക്കൾ രണ്ടുപേരും കഴിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും കഴിക്കില്ല. അവർക്ക് എരിവൊന്നും അത്ര ഇഷ്ടമല്ല, ഒരുപാട് എരിവായാലൊന്നും ഇഷ്ടമല്ല. പിന്നെ അതല്ല, മുളക് പൊടിയൊക്കെ ഒഴിവാക്കിയിട്ട് ചിക്കനൊക്കെ വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. മുളക് പൊടി പൊതുവേ ഞാൻ കൊടുക്കാറാണ്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് സവാള ഒന്നും ആവശ്യമില്ല, കുറച്ച് വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹാഫ് തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ഓഫ് ചെയ്യേണ്ടത്. കുറേ കറിയൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള കുറച്ച് മാത്രം. ഇങ്ങനെ വെക്കുമ്പോൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതി. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക, നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സിമ്മിലിട്ടിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് മറ്റു പണികൾ എടുക്കുകയും ചെയ്യാം, അതങ്ങനെ അവിടെ കിടന്ന് വേവും ചെയ്തോളും. മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. അപ്പം ചുടുന്ന ഗ്യാപ്പില്ല കേട്ടോ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ അവസാനത്തെ അപ്പം ഒന്ന് കരിഞ്ഞു പോയി. അത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ ആ സമയത്ത് തന്നെ അങ്ങനെ കഴിച്ചു. എന്തായാലും നല്ല ടേസ്റ്റിയാണല്ലോ കറുമുറ കറി കഴിക്കാൻ. ഇങ്ങനെ എന്തെങ്കിലും അടുപ്പിൽ വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയിട്ട് അതും കൂടെ പിന്നെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഏതായാലും ഇതിന് കുറച്ച് വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്. വറ്റി വന്ന ശേഷം പിന്നെയും സിമ്മിലിട്ട് തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റൊക്കെ മതിയാവും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് വെന്ത് തരുന്ന സമയം കൊണ്ട് കംപ്ലീറ്റ് ക്ലീനിങ്ങും കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം തുടച്ചൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. സമയം ഇപ്പോൾ 7:45 ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. കട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് പാൻറ്റ്, അതായത് ഷറാറ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാണ്. ഇതിലേക്കുള്ള ടോപ്പ് ഞാൻ രാത്രി തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10:30 ആകുമ്പോഴേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എത്ര സ്പീഡിൽ കാണിച്ചത്. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടുമില്ല, കാരണം അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാൻറ്റിൻ്റെ കൂടെ ഇതിലേക്കുള്ള ഷാളും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇത് 10:30 ആകുമ്പത്തേന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്ത് എനിക്ക് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പിക്ചർ ഞാൻ ഔട്ട്ഫിറ്റ് എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കാം. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിലൊരു റെഡായിട്ടാണ് തോന്നുന്നത്, ഒരു റെഡ് അല്ല കേട്ടോ, ഇത് ഒരു മജന്ത കളറിലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.